നമുക്ക് വോട്ടിംഗ് ശതമാനം ഈ നിമിഷത്തെ ഒന്ന് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ കേരളം ഇന്ന് വിധി എഴുതിയത് എന്ന ഈ നിമിഷത്തെ കണക്കുകൾ അനുസരിച്ച് ഈ കണക്കുകൾ ഇനിയും മാറ്റമുണ്ടാകും. മൊത്തത്തിലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതാ കേരളത്തിലെ മൊത്തത്തിൽ ഈ വരെയുള്ള സമയം അനുസരിച്ച് 74.07% എന്ന കണക്കാണ്. പക്ഷേ ഇതിൽ മാറ്റമുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ കണക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം മറികടന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത്. പക്ഷേ അതിന്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് കണക്ക്. ഇനി മറ്റ് മണ്ഡലം തിരിച്ച് നമുക്ക് പോകേണ്ടതുണ്ട്. 20 മണ്ഡലം തിരിച്ച് ആദ്യം തിരുവനന്തപുരം മണ്ഡലത്തിലെ കണക്ക് നമുക്ക് നോക്കാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ 71.86% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വളരെ ഉയർന്ന ഒരു പോളിംഗ് ശതമാനം തന്നെയാണത്. ഏതായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ 71.86% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് പോവുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 72.80 വളരെ മികച്ച രീതിയിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ് ആറ്റിങ്ങലിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. 72.80 വോട്ടെടുപ്പ് വോട്ടിംഗ് ശതമാനം ആറ്റിങ്ങലിൽ ഉണ്ടായിരിക്കുന്നു. അടുത്ത മണ്ഡലമായ കൊല്ലത്തേക്ക് എത്താം. കൊല്ലത്തെ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ 72 തന്നെയാണ് അവിടെയും. 72.10 കൊല്ലത്തെ ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്ക് എന്ന് പറയുന്നത്. 72.10 വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 6 മണി വരെ കൊല്ലം മണ്ഡലം. അടുത്ത മണ്ഡലം പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ 72.39% വോട്ടാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 72.39% വോട്ട് രേഖപ്പെടുത്തി. അടുത്ത മണ്ഡലമായ മാവേലിക്കരയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 72.08% വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാവേലിക്കരയിലും മികച്ച വോട്ടിംഗ് തന്നെയാണ് നടന്നതെന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി നമുക്ക് അടുത്ത മണ്ഡലത്തിന്റെ കണക്കുകൾ കൂടി നോക്കാം. അടുത്ത മണ്ഡലം കോട്ടയമാണ്. കോട്ടയം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കോട്ടയത്ത് 6 മണി വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 74.08%. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് കോട്ടയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 72%-ഓളമായിരുന്നു. അത് ഇത്തവണ 74-ലേക്ക് വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോട്ടയത്ത് മികച്ച പോളിംഗ് നടന്നു. അടുത്ത മണ്ഡലം നമുക്ക് ഇടുക്കിയിലേക്ക് വരാം. ഇടുക്കിയിലെ പോളിംഗ് ശതമാനം എങ്ങനെയാണെന്ന് നോക്കാം. ഇടുക്കിയിൽ കനത്ത പോളിംഗ് തന്നെയായിരുന്നു നടന്നത്. 74.50% ഇടുക്കിയിലെ പോളിംഗ്. ഇടുക്കിയിൽ അതായത് മികച്ച രീതിയിലുള്ള വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇടുക്കിയിൽ 74.50% വോട്ടിംഗ് ശതമാനം 6 മണിക്ക് പൂർത്തിയാകുമ്പോൾ ഈ കണക്കുകൾ ഇനിയും വ്യത്യാസം വരും. അടുത്ത നമുക്ക് ആലപ്പുഴ മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് 76.20%. അതായത് ആലപ്പുഴ മണ്ഡലത്തിൽ മികച്ച ഒരു വോട്ട് നടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 76.20% ആലപ്പുഴ മണ്ഡലത്തിൽ വോട്ടിംഗ് നടന്നിരിക്കുന്നു. ഇനി നമുക്ക് എറണാകുളം മണ്ഡലത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എറണാകുളം മണ്ഡലത്തിന്റെ കണക്കുകളിലേക്കാണ് പോകേണ്ടത്. എറണാകുളം മണ്ഡലത്തിൽ 73.02% വോട്ടിംഗ് എറണാകുളം മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നഗരമേഖല അടക്കമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ കണക്ക് വളരെ പ്രസക്തമാണ്. ഇനി ചാലക്കുടി മണ്ഡലത്തിന്റെ കണക്കാണ് നമുക്ക് അറിയേണ്ടതുള്ളത്. ചാലക്കുടി മണ്ഡലത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 76.97% മികച്ച പോളിംഗ്, കനത്ത പോളിംഗ് എന്ന് പറയാം. 76.97% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൃശൂർ മണ്ഡലത്തിന്റെ കണക്കാണ് ഇനി നമുക്ക് അറിയേണ്ടതുള്ളത്. തൃശൂർ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയത് 74.29%. ത്രികോണ മത്സരം നടന്നൊരു മണ്ഡലമാണ്. 74.29% വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് മണ്ഡലത്തിന്റെ കണക്കറിയാം. പാലക്കാട് മണ്ഡലത്തിൽ 6 മണിക്ക് വോട്ടെടുപ്പ് 6 മണി സമയം പൂർത്തിയാകുമ്പോൾ 75.12% പാലക്കാട് മണ്ഡലത്തിന്റെ കണക്ക്. ഇത് ഒരിക്കൽ കൂടി പറയാം, 6 മണി സമയത്ത് പൂർത്തിയാകുന്ന കണക്കാണ്. ഈ കണക്കുകളിൽ ഇനിയും വ്യത്യാസം വരാം. അടുത്ത മണ്ഡലമായ ആലത്തൂരിലേക്ക് പോകേണ്ടതുണ്ട്. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടിംഗിന്റെ ശതമാനം എങ്ങനെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. വളരെ ശക്തമായ ഒരു പോരാട്ടം നടന്ന മണ്ഡലം കൂടിയായിരുന്നു ആലത്തൂരിൽ 75.69% ശക്തമായ വോട്ടിംഗ് ശതമാനം ആലത്തൂരിലും രേഖപ്പെടുത്തുന്നു. ആലത്തൂരിൽ 75.69% 6 മണി പൂർത്തിയാകുന്ന സമയത്ത് രേഖപ്പെടുത്തിയത്. അടുത്ത മണ്ഡലമാണ് പൊന്നാനിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടെടുപ്പ് രേഖപ്പെടുത്തിയതാണ്. 70%, കറക്റ്റ് 70%. അതായത് 6 മണി പൂർത്തിയാകുന്നതിന് തൊട്ട് മുമ്പ് 69% ഏതായാലും 70% കടന്നിരിക്കുന്നു. പൊന്നാനി കൂടി 70% കടന്നതോടെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും 70% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മലപ്പുറം മണ്ഡലത്തിലെ വോട്ട് നോക്കാം. മലപ്പുറം മണ്ഡലത്തിൽ 72.04% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മന്ദഗതിയിലൊക്കെ ആയിരുന്നു ഇടയ്ക്കൊക്കെ പോളിംഗ് എങ്കിലും മലപ്പുറം പിന്നീട് മികച്ച ഒരു ശരാശരിയിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു. 72.04% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന മലപ്പുറം മണ്ഡലത്തിൽ. ഇനി വയനാട് മണ്ഡലത്തിന്റെ കണക്കറിയേണ്ടതുണ്ട്. ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് വയനാട് മണ്ഡലത്തിന്റെ കണക്കറിയുകയാണെങ്കിൽ മികച്ച പോളിംഗ് തന്നെയാണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയത്. 77.21%. അതായത് കനത്ത വേനൽ മഴയെ വരെ അവഗണിച്ചാണ് അവിടെ വോട്ടെടുപ്പ് നടന്നത്. 77.21% വോട്ട് വയനാട്ടിൽ രേഖപ്പെടുത്തി. ഇനി നമുക്ക് വയനാടൻ ചുരമിറങ്ങി കോഴിക്കോട്ടേക്ക് എത്താം. കോഴിക്കോടിന്റെ കണക്കാണ് അറിയേണ്ടതുള്ളത്.
കോഴിക്കോട് മണ്ഡലത്തിലെ കണക്കുകളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത് പോകേണ്ടത്. ശക്തമായ മത്സരം നടന്ന കോഴിക്കോട് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 6 മണി പൂർത്തിയാക്കുമ്പോൾ 73.45% വോട്ടാണ് കോഴിക്കോട് രേഖപ്പെടുത്തിയത്. മികച്ച പോളിംഗ് ശതമാനം തന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ നടക്കുന്നു. ഇപ്പോഴും പലയിടങ്ങളിലും അവിടെ വോട്ടെടുപ്പ് തുടരുകയാണ്. അതുകൊണ്ട് ഇനിയും വോട്ടെടുപ്പ് കൂടും. ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു മണ്ഡലം വടകരയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 72.98% വോട്ട് വടകരയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രയും ശതമാനം ആളുകൾ സമ്മതിദാന അവകാശം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന കണ്ണൂർ മണ്ഡലത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. 79.16%. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഖ്യയാണത്. 79.16%. ഏറ്റവും ശക്തമായ പോളിംഗ് ശതമാനം, ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കണ്ണൂർ മണ്ഡലത്തിലാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. 79.16%. അവസാന മണ്ഡലമായ കാസർഗോഡേക്ക് എത്തുമ്പോൾ അവിടെയും മികച്ച പോളിംഗ് നടന്നിരിക്കുന്നു. 75.50%. കേരളത്തിലെ 20ാമത്തെ മണ്ഡലമായ കാസർഗോഡേക്ക് നമ്മൾ വരുമ്പോൾ 75.50% വോട്ടെടുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു കാസർഗോഡ് മണ്ഡലത്തിലും.